ഇന്ന് ഏപ്രിൽ 25 നാഷണൽ ഫിനാൻഷ്യൽ അവയർനെസ് ഡേ. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? സോ ഇങ്ങനെ ഒരു അവയർനെസ് ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പൈസ നിങ്ങളെക്കായി നന്നായി മറ്റൊരാൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള തെറ്റായ വാഗ്ദാനങ്ങളിൽ പോയി വീഴാതെ പൈസ ഇരട്ടിയാവും. ഒരിക്കലും ഒരു പൈസയും ഇരട്ടിയാവില്ല, അത് സ്ലോലി ഗ്രോ ആവുകയെ ചെയ്യുള്ളൂ. സോ അങ്ങനെ ഇരട്ടിയാവുന്ന സ്കീമുകളിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ പോലുള്ള സ്കാം ഇടപാടുകളിൽ പോയി ചാടി പെട്ടെന്ന് കോടീശ്വരം ആവാം എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ച് ഒരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുക്കുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഇതിന്റെ കാര്യങ്ങൾ പഠിക്കുക. സോ നിങ്ങളുടെ പൈസ ഗ്രാജുവലി ഗ്രോ ആയിക്കോളും. അത് പഠിക്കാന്ന് പറയുമ്പോഴും അതിനകത്തൊരു സ്കാം ഉണ്ട്. 50,000 രൂപ മുതൽ 1,00,000 രൂപയൊക്കെ ഫീസ് മേടിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് പഠിപ്പിക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട്. അതും ആവശ്യമില്ല. അതിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം കോഴ്സുകൾ പഠിച്ച് ആ പൈസ കളയുന്നതിലുപരി ഈ പൈസ കൊണ്ട് നിങ്ങൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ചൊക്കെ ലോസ് തുടക്കത്തിൽ വരും. ഏതൊരു ബിസിനസ് ആണെങ്കിലും ബ്രേക്ക് ഈവനാൻ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനും നിങ്ങൾ അതിലൊരു സക്സസ് ആവാനും കുറച്ച് സമയം എടുക്കും. സോ ആ സമയത്തിൽ നിങ്ങൾ വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ ലോസുകൾക്ക് വേണ്ടി ഈ പൈസ സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിനാൻഷ്യൽ മേഖലയിൽ അറിവുള്ളവരാവുക, സ്വയം അധ്വാനിച്ച് സ്വയം എഫേർട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, ഗ്രോ ചെയ്യുക. ബൈ.